ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ഡെലിവറി വ്ളോഗാണ് കേട്ടോ. ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞു, 1.5 മാസം ആവാനാണ് പോകുന്നത്. പക്ഷേ ഇപ്പോഴാണ് ഇതൊക്കെ എഡിറ്റ് ചെയ്തിടാനായിട്ട് ടൈം കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അപ്ലോഡ് ചെയ്യാമെന്ന്. അങ്ങനെ എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പം ഞങ്ങൾ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് പോവാണ്. 9th മന്തിൽ നമുക്ക് സ്കാനിങ് ഉണ്ട്. അപ്പോൾ ആ സ്കാനിങ്ങിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. നവംബർ 21-ാം തീയതിയാണ് കേട്ടോ എനിക്ക് സ്കാനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 9ാം മാസത്തിൻ്റെ. ഈ സ്കാനിങ് കഴിയുമ്പോഴാണ് നമ്മുടെ അഡ്മിഷൻ ഡേറ്റ് പറയുക. അങ്ങനെയാണ് സാധാരണ. അപ്പോൾ എന്നാ അഡ്മിറ്റ് ആവണ്ടേന്നൊക്കെ അറിയാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് പോവാണ്. നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടാൽ മനസ്സിലാവും, ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു ഞാൻ. ഏകദേശം ഡെലിവറി ഒക്കെ അടുക്കാറാവുന്ന ടൈം കണ്ട് എല്ലാവരും ഭയങ്കരമായിട്ട് ക്ഷീണിക്കും എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ക്ഷീണം എൻ്റെ ഫേസിലുണ്ട്, കാണാൻ പറ്റും. രാത്രി ഉറക്കമൊന്നും കറക്റ്റ് ആവാതെ ഫേസൊക്കെ ആകെ ഡള്ളായി ഭയങ്കര ക്ഷീണമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സ്കാനിങ്ങിന് മുമ്പ് ഞാൻ വിചാരിക്കണില്ല കേട്ടോ ഇന്ന് അഡ്മിറ്റ് ആവും എന്നുള്ള കാര്യം. പക്ഷേ സ്കാനിങ് കഴിഞ്ഞപ്പം ഫ്ലൂയിഡിൻ്റെ ലെവൽ കുറവായതുകൊണ്ടും ലോ ലൈൻ പ്ലാസിൻ്റെ ആയതുകൊണ്ടും എന്നോട് ഇന്ന് തന്നെ അഡ്മിറ്റ് ആവാൻ പറയാണ് ഉണ്ടായത്. അപ്പോൾ നവംബർ 21-ാം തീയതി തന്നെ ഞങ്ങൾ അഡ്മിറ്റ് ആവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ പോകുന്ന വഴി ഇപ്പോഴൊന്നും ഞാൻ പ്രതീക്ഷിക്കണില്ല നാളെ നമ്മുടെ ബേബി വരും എന്നുള്ള കാര്യം എനിക്കറിയ പോലുമില്ല. ഞാൻ ഇപ്പോഴും എക്സൈറ്റഡ് ആണ്, എന്നാണ് ബേബി വരിക എന്നുള്ള ഡേറ്റ് ഇന്നറിയാലോ എന്നുള്ളൊരു ചിന്തയിലാണ് കേട്ടോ ഞാൻ സ്കാനിങ്ങിന് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ സ്കാനിങ് ചെയ്യുന്ന ഡോക്ടറുടെ വീട്. നമ്മൾ വീട്ടിൽ വന്ന് സ്കാൻ ചെയ്തിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോകുകയെന്നുണ്ടെങ്കിൽ സ്കാനിങ് റിപ്പോർട്ട് ഡോക്ടറെ, ഇപ്പം ഗൈനക്കോളജി ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോരാം. അല്ല ഹോസ്പിറ്റലിലാണ് നമ്മൾ സ്കാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 11:30-ക്കാണ് ഡോക്ടർ ഹോസ്പിറ്റലിൽ വരുള്ളൂ, സ്കാനിങ് ഡോക്ടർ ഹോസ്പിറ്റലിലേക്ക് വരുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടറെ കണ്ട് വരുമ്പോൾ ഈവനിങ് ആവും. അപ്പോൾ ഒരു ദിവസം ഫുള്ള് നമ്മൾ ടയേർഡാവും. അപ്പോൾ ഇതാണ് കേട്ടോ സ്കാനിങ് ചെയ്യുന്ന ഡോക്ടർ, ചാന്ദിനി വർമ്മ എന്നാണ് പേര്. നല്ല ഡോക്ടറാണ് കേട്ടോ. നമ്മൾ ഭയങ്കര കാമാക്കി വെച്ച് നമ്മളെ സ്കാനും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ സ്കാനിങ് റിപ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ഫ്ലൂയിഡ് ലെവൽ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് 4 ഉള്ളൂ ഫ്ലൂയിഡ് ലെവൽ എന്ന് പറയുന്നത്, വാട്ടർ ലെവൽ 4 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഭയങ്കര കുറവായിട്ട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ അഡ്മിറ്റ് ആവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് സ്കാനിങ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അവിടെ നിന്നൊരു ചെറിയൊരു ലിങ്ക് കിട്ടി, ഇന്ന് അഡ്മിറ്റ് ആവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ഞങ്ങളിതാ മെട്രോ ഹോസ്പിറ്റലിൽ പോവാണ് കേട്ടോ, നമ്മുടെ ഗൈനക്കോളജി ഡോക്ടർ ജ്യോതി മാഡത്തിനെ കാണാനായിട്ട്. അപ്പോൾ ആ വഴിയിലൊക്കെ ഫുള്ള് പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര എന്താ പറയുക, നമ്മൾ പെട്ടെന്ന് എത്തേണ്ട സ്ഥലത്തേക്ക് നമ്മൾ ഒരുപാട് വളഞ്ഞ് തിരിഞ്ഞൊക്കെ വേണം വരാനായിട്ട്. അപ്പോൾ കുറച്ച് ടൈം അങ്ങനെ ലാഗായി പോവും. അത് കഴിഞ്ഞ് നമ്മളിവിടെ വന്ന ഇവിടെ നിന്ന് റിസപ്ഷൻ ടോക്കണൊക്കെ എടുത്ത് ഡോക്ടറെ കാണാനുള്ള കാർഡ് എടുക്കണം. അപ്പം 14 ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പേ ചെയ്തിട്ട് വേണം കാർഡ് എടുക്കാനായിട്ട്. അപ്പോൾ അമ്മ അതിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ, കാർഡ് പേ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. ഞാനപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്തു, കാരണം അവിടെ അത്യാവശ്യം തിരക്കുണ്ട്. ഞാൻ അവിടെ പോയി നിന്നിട്ടൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴും എൻ്റെ മൈൻഡിൽ 2 ചോദ്യമാണ്. ഇന്ന് അഡ്മിറ്റ് ആവാൻ പറയില്ല എന്നാണ്, കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കണില്ല ഇന്ന് അഡ്മിറ്റ് ആവും എന്നുള്ള കാര്യം. പിന്നെ നമ്മൾ സ്കാനിങ്ങിനും ഡോക്ടറെ കാണാനും വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഡെലിവറിക്കുള്ള ബാഗോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടുമില്ല. നമുക്കൊരു കൺഫർമേഷൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡെലിവറിക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ച ബാഗോ കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടുമില്ല കേട്ടോ. അങ്ങനെ ഡോക്ടറുടെ എന്താ പറയുക, കൺസൾട്ട് ചെയ്യണ ആ ഒരു ഏരിയ എത്തി. ഇവിടെയാണ് ഡോക്ടർ ജ്യോതി മാഡത്തിനെ കാണാനായിട്ട് നമ്മൾ പോകാറുള്ളത്. 3rd ഫ്ലോറിലാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പോകുമ്പോഴും ഞാൻ ആലോചിക്കുകയാണ്, എന്നാണ് ഇനി അഡ്മിഷൻ ഡേറ്റ് പറയാമെന്നുള്ളത്. ഇന്നറിയാലോ, അപ്പോൾ അഡ്മിറ്റ് ആവാനായിട്ട് പറയുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് ഇപ്പം എനിക്ക് മെയിനായിട്ട് അഡ്മിഷൻ ഡേറ്റ് അറിയാനായിട്ട് ഞാനിങ്ങനെ എന്താ പറയുക, അത് കഴിഞ്ഞിട്ട് അഡ്മിറ്റ് ആവുന്ന ഡേറ്റ് ഒരു 3-4 ദിവസം മുന്നേ പറഞ്ഞിട്ട് അഡ്മിറ്റ് ആയാൽ മതി എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചേട്ടൻ എൻ്റെ കൂടെ ഇല്ല. അപ്പം എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഇല്ല, ബാംഗ്ലൂരാണ്. സോ ആൾക്ക് വരാനുള്ളൊരു സാവകാശം, ആൾ വന്നിട്ട് മതി ഡെലിവറി, അങ്ങനത്തെ ഒരു ചതി തൊട്ടൊക്കെയായിരുന്നു എനിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ അമ്മ പപ്പേനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. ഞങ്ങൾ ചിലപ്പോൾ ടൈം ഇത്തിരി ലാഗാവും എന്നൊക്കെ പറയാനായിട്ട് പപ്പേനെ വിളിച്ചിരിക്കുകയാണ്. നമ്മൾ ഇതുവരെയായിട്ട് ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഫുൾ ടെൻസ്ഡാണ്, എൻ്റെ മൊത്തം ടെൻഷനാണ്. ഞാൻ പ്രിപ്പയർ അല്ലാത്തതുകൊണ്ട് തന്നെ ഇനിയിപ്പം അഡ്മിറ്റ് ആവാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെയുള്ളൊരു ടെൻഷനാണ് കേട്ടോ. അഡ്മിറ്റ് ആവാൻ പറഞ്ഞാൽ വേറെ വഴിയൊന്നുമില്ല, അഡ്മിറ്റ് ആവണം. പക്ഷേ എൻ്റെ പേടി ഫുൾ ഡെലിവറീനെ കുറിച്ചിട്ടുള്ള പേടികളാണ് എനിക്ക്. അങ്ങനെ ഡോക്ടറെ അവിടെ കയറി
ഡോക്ടറെ കാണാനായിട്ട് വെയിറ്റ് ചെയ്തു. അപ്പോൾ ഡോക്ടർ നമ്മളെ സ്ക്രീനിങ് ചെയ്യും, നമ്മുടെ വയറിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ എടുക്കും. എനിക്കാണെന്നുണ്ടെങ്കിൽ PV ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടർക്ക് ഒരു ഡൗട്ട് തോന്നിയപ്പോൾ ഇന്ന് PVയും ചെയ്തു നോക്കി. അപ്പോൾ അതും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഒരുപാട് വേദന എടുക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ച് പോയതാണ്, പക്ഷെ അത്ര വേദനയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. റിലാക്സായി കിടന്നാൽ മതി, വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഇന്ന് തന്നെ അഡ്മിറ്റ് ആവാം, നിങ്ങളിനി വീട്ടിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അമ്മ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്, നമുക്ക് റൂം എടുക്കണമല്ലോ. അപ്പോൾ റൂമിൻ്റെ കാര്യങ്ങൾ നോക്കലും ബില്ലടക്കലും ഒക്കെയാണ്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നു വെയിറ്റിംഗ് ഏരിയയിൽ. അത് കഴിഞ്ഞതാ എൻ്റെ കയ്യിൽ ഇതുപോലെ ബാൻഡൊക്കെ കെട്ടി തന്നു കേട്ടോ. ബാൻഡൊക്കെ കെട്ടി നമ്മുടെ പേരൊക്കെ എഴുതി റൂം നമ്പറൊക്കെ എഴുതി ഒരു ബാൻഡൊക്കെ നമ്മുടെ കയ്യിൽ കെട്ടിത്തരും. അത് കഴിഞ്ഞിട്ട് നമ്മളെടുത്തിട്ടുള്ള റൂമിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയത് ഈ ഒരു ചേട്ടനാണ് കേട്ടോ. അപ്പോൾ ആൾ ചോദിച്ചപ്പം എന്താ എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ് എന്ന് പറയുന്നത് December 12 ഞാൻ November 22 ഡെലിവറി കഴിഞ്ഞു എൻ്റെ. അപ്പോൾ ഇത്രയും നേരത്തെ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പം ഇങ്ങനെയൊക്കെ ചോദിച്ച് അപ്പോൾ നമ്മൾ പറഞ്ഞു ഫ്ലൂയിഡ് ലെവൽ കുറഞ്ഞ കാരണമാണ് അഡ്മിറ്റ് ആവാൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആൾ പേടിക്കണ്ട, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയണം കേട്ടോ. ഇപ്പോൾ എൻ്റെ ഫേസ് കണ്ടപ്പോൾ തോന്നുന്നു ടെൻഷനാണെന്ന് തോന്നിയപ്പോൾ ആൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇതാണ് നമ്മൾ 405 നമ്മുടെ എന്താ പറയുക നമ്മളെടുത്തിട്ടുള്ള റൂം ഉണ്ടായിരുന്നു കേട്ടോ. റൂമൊക്കെ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. അതുപോലെ എനിക്ക് ഇപ്പം നമ്മളെ അഡ്മിറ്റ് ആവുന്നവർക്ക് കിടക്കാൻ ഒരു ബെഡ്, അതുപോലെ ബൈസ്റ്റാൻഡർക്ക് കിടക്കാനായിട്ടൊരു ഇതുപോലൊരു ചെറിയ ബെഡ്, പിന്നെ TV, ബാൽക്കണി കാര്യങ്ങളൊക്കെ ഉണ്ട്, അറ്റാച്ച്ഡ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ വേസ്റ്റ് ഇടാനുള്ള ബിൻസും കാര്യങ്ങളൊക്കെ പുറത്താണ്. പിന്നെ ഇങ്ങനെ ഒരു ബാൽക്കണി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര സൗകര്യമായിരുന്നു, കൺജഷൻ ഫീൽ ചെയ്തിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ അഡ്മിറ്റ് ആയി കഴിഞ്ഞപ്പോൾ യൂറിൻ എടുക്കാനായിട്ടുള്ള ബോട്ടിലും അതുപോലെ ബ്ലഡ് എടുക്കാനൊക്കെ ആയിട്ട് നഴ്സുമാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നമ്മുടെ വൈറ്റൽസ് ചെക്ക് ചെയ്യും, പ്രഷറും അതുപോലെ BP കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കും കേട്ടോ അവർ. നമ്മുടെ ഓക്സിജൻ ലെവൽ കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ അതിനായിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കെല്ലാം നോർമലാണ്, വേറെ ഇഷ്യൂസൊന്നുമില്ല. പക്ഷേ അഡ്മിറ്റ് ആവാൻ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ടെൻഷൻ പോയതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല പേടിയുള്ളൊരു കാര്യമായിരുന്നു. നമ്മൾ നോർമൽ ഡെലിവറിയുടെ പെയിൻ മുഴുവൻ എടുത്തിട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരവസ്ഥ വരുമോ എന്നുള്ളൊരു പേടി എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ലോ ലൈങ് പ്ലാസിൻ്റെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഞാൻ നോർമൽ ഡെലിവറി നടക്കുമോ, പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ C-സെക്ഷൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കത് നല്ല പേടിയായിരുന്നു. കാരണം ആ വേദന മുഴുവൻ എടുത്തിട്ട് പിന്നെ സിസേറിയൻ ചെയ്യണ വേദന കൂടെ ആകുമ്പോൾ എനിക്ക് ആലോചിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എന്നെ കണ്ടപ്പോൾ ഡോക്ടർ പെട്ടെന്ന് തന്നെ പറഞ്ഞു നമുക്കത് നോർമൽ ഡെലിവറി പോസിബിൾ അല്ല, കാരണം യൂട്രസ് ഡൈലേറ്റ് ആവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ C-സെക്ഷൻ ആണെന്നുള്ളത് അപ്പോഴേ ഉറപ്പായി. അപ്പോൾ എൻ്റെ പേടി പോയി, ഒരു വേദന മാത്രം എടുത്താൽ മതിയല്ലോ എന്നുള്ള പേടി അങ്ങനെയായി പിന്നെ എൻ്റെ തോട്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് മേടിച്ച് കഴിച്ചു. പിന്നെ മെഡിസിൻസൊക്കെ അമ്മ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇത് ജ്യൂസോ വേറെ ഒന്നുമില്ല കേട്ടോ, എനിക്ക് കുടിക്കാനുള്ള മരുന്നാണത്. ഭയങ്കര ടയേർഡ്നെസ് തോന്നിയപ്പോൾ ഡോക്ടർ എന്തോ ഒരു പൊടി എഴുതിയിട്ടുണ്ടായിരുന്നു, ഒരു വൃത്തികെട്ട ടേസ്റ്റായിരുന്നു അതിന്. അത് കഴിഞ്ഞ് മമ്മി വന്നിട്ടുണ്ടായിരുന്നു, ചേട്ടൻ്റെ മമ്മി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയും മമ്മിയൊക്കെ കൂടെ അവിടെ സംസാരിച്ചിരുന്നു. ഈവനിങ് ആയപ്പോഴത്തേനും ഞങ്ങൾ ചായയും അതുപോലെ ബജ്ജിയും പരിപ്പോടെ ഒന്നുകൂടെ അങ്ങനെ എന്തൊക്കെയോ കഴിച്ചു കേട്ടോ. എനിക്ക് എന്തൊക്കെയാണെന്ന് കറക്റ്റ് ഓർമ്മയില്ല. പിന്നെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേനും പപ്പയും അഞ്ചും കൂടി വന്നിട്ട് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്ത് വെച്ചതൊക്കെ അവർ ഹോസ്പിറ്റലിൽ എത്തിച്ചു കേട്ടോ. അഞ്ചുവിന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞ് കുറച്ച് നേരം വർത്താനം പറഞ്ഞാൽ അവർ പോയി. നൈറ്റ് ആയപ്പോഴത്തേനും നേരത്തെ ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞാൻ ചപ്പാത്തി മുട്ടക്കറിയും കഴിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ നഴ്സ് വന്നിട്ട് നാളത്തെ ഓപ്പറേഷനുള്ള പേപ്പേഴ്സ് സൈൻ ചെയ്യുമല്ലോ, ഒരു വലിയൊരു എന്താ പറയുക ഒരു കാര്യമാണ് കേട്ടോ ഈ ഓപ്പറേഷൻ്റെ പേപ്പേഴ്സ് സൈൻ ചെയ്യുക എന്ന് പറയുന്നത്. ഭയങ്കര ടെൻഷനാണ് നമുക്കത് വായിക്കുമ്പോൾ. അപ്പോൾ സിസ്റ്റർ പറയണം അത് വായിക്കൊന്നും വേണ്ട, അതിലവർ നമ്മൾ പേടിപ്പിക്കാൻ വേണ്ടി ഒരുപാട് എഴുതി പിടിപ്പിച്ചിട്ടുണ്ടാവും എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് സൈൻ ചെയ്തോളൂ എന്ന് പറയാണ്. അപ്പോൾ അമ്മ ഭയങ്കര ടെൻസ്ഡാണ് അത് വായിക്കുമ്പോൾ. അമ്മയാണെങ്കിൽ അത് അവരുടെ ഫേസ് കണ്ടാൽ മനസ്സിലാവും അതാ എഴുതിയതൊക്കെ വായിച്ചിട്ടുള്ള ടെൻഷനാണ് കേട്ടോ. പിന്നെ ഇനി എന്തെങ്കിലും സംഭവിക്കുമോ അങ്ങനത്തെ ഒരു ആ പേപ്പർ എനിക്ക് വായിച്ചപ്പോഴും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെ അവരതിൽ എന്താ പറയുക ഒരു കണക്കിന് അവരതിൽ ഒപ്പിട്ടു. ശരിക്കും പറയുകയാണെങ്കിൽ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡിനെ കൊണ്ടാണ് സൈൻ ചെയ്യിപ്പിക്കുക. പക്ഷേ ഈ ഒരു ടൈമിൽ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല. നാളെ എപ്പോഴാണ് ഡെലിവറിക്ക് മുമ്പ് എത്തുമോ ഇല്ലേ എന്നുള്ളതൊന്നും ഒരു കൺഫർമേഷനും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അമ്മേനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ സൈൻ ചെയ്യിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് CTG മോണിറ്ററിങ്ങിന് ചെയ്യാൻ വേണ്ടിയിട്ട് ലേബർ റൂമിൽ വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ എൻ്റെ കഴുത്തൊക്കെ നോക്കണം കേട്ടോ. ഭയങ്കര പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ. ഞാൻ സമാധാനിക്കുകയാണ്,
ഈ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ മാറ്റിയെടുക്കാമല്ലോ എന്ന് ആലോചിച്ചിട്ട് മാറും ഇല്ലെന്നൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിലൊക്കെ കയറി ലേബർ റൂമിൻ്റെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചേട്ടൻ്റെ ബ്രദർ വന്നത് കേട്ടോ. അപ്പോൾ അഡ്മിറ്റ് ആയതിനു ശേഷം ഹോസ്പിറ്റലിലേക്ക് വന്നതാണ്. അപ്പോൾ ഞങ്ങളിവിടേക്ക് CTG മോണിറ്ററിങ്ങിന് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ലേബർ റൂമിൻ്റെ മുന്നിലേക്കാണ് അവൻ വന്നത്. അപ്പോൾ അങ്ങനെയായിട്ട് സംസാരിച്ചാൽ ഞാൻ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി, കാരണം നമുക്ക് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം കയറി. മോണിറ്ററിങ് ഒക്കെ കഴിഞ്ഞു. ഉണ്ണിയുടെ ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു നേരത്തെ കിടന്ന് ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. 10 മണിയായപ്പോഴത്തേനും കുരിശൊക്കെ വരച്ച് കിടക്കാനായിട്ട് ഞാൻ ട്രൈ ചെയ്തു. പക്ഷേ നിങ്ങൾക്കറിയാലോ, നാളെ ഓപ്പറേഷനാണെന്ന് അറിയുമ്പോൾ നമുക്ക് വലിയ ഉറക്കമൊന്നും വരില്ല. ഞാനിങ്ങനെ കിടന്ന് അങ്ങോട്ട് തിരിഞ്ഞ് ഓരോന്ന് ആലോചിച്ച് ഉറക്കമൊന്നും വരില്ല. കുറേ കുന്തൊക്കെ എത്തിച്ചു, എന്നിട്ടും ഉറക്കം വരില്ല. പിന്നെ ചേട്ടൻ വരാത്തൊരു സങ്കടം കൂടെ ഉണ്ട് എനിക്ക്. നാളെ രാവിലെയാണ് എപ്പോഴെത്താന്ന് അറിയാത്തതുകൊണ്ട് ലേബർ റൂമിൽ കയറുന്നതിന് മുന്നേ എനിക്ക് ചേട്ടനെ കാണണം എന്നുണ്ടായിരുന്നു കേട്ടോ. സോ അതിൻ്റെ ടെൻഷനുണ്ട്. അപ്പം ഉറങ്ങാൻ കിടന്നാൽ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എണീറ്റ് ഇരുന്നിട്ട് അമ്മോട് പിന്നെ വർത്താനം പറഞ്ഞു തുടങ്ങി. അമ്മേനെ ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല കേട്ടോ. ഞാൻ അമ്മയും കൂടി ഇരുന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. അപ്പം ഞാൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എണീറ്റിട്ട്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അമ്മ എന്നെ ചീത്ത പറഞ്ഞു, നീ കിടന്ന് ഉറങ്ങുമെന്ന് പറഞ്ഞിട്ട് എന്നെ ചീത്ത പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാണ് ഇതിന് വോയിസ് ഓവർ കൊടുക്കുന്നത്. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഒരു ഒളിയും ബഹളം കേൾക്കാം. അത് വേറെ ആരുടെ അല്ല, നമ്മുടെ ബേബിയുടെ ആണ് കേട്ടോ. അവൾ ഇടയ്ക്ക് വാശിയാണ്. അപ്പോൾ അമ്മയാണ് അവൾക്ക് ഇങ്ങനെ എടുത്തിരിക്കണം എന്നുള്ളൊരു ചെറിയ വാശി കയറിയിട്ടുണ്ട്. അപ്പോൾ എടുത്തുമ്പോൾ ഉള്ള കരച്ചിലാണ് കേട്ടോ അത്. അപ്പോൾ അമ്മയുണ്ട് അവളുടെ അടുത്ത്. അങ്ങനെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഞങ്ങൾ വീണ്ടും കിടക്കാനായിട്ട് ട്രൈ ചെയ്തു. അപ്പോഴും എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല. എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ആവുക, എന്താണെന്നറിയില്ല. എനിക്കറിയാം നാളെ ഓപ്പറേഷനാണ്, വേറെ ഇഷ്യൂസൊന്നും ഇല്ല, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നറിയാം. എന്നാലും ഭയങ്കര ടെൻഷൻ. എന്നിട്ട് ഞാൻ പീസൊക്കെ കാണിക്കുന്നുണ്ട്, വെറുതെ ഒരു മനസ്സുഖം. അത് കഴിഞ്ഞിതാ ഞാൻ പിന്നെ വീഡിയോ എനിക്ക് ഉറക്കം വരുന്നില്ല ഗൈസ്, അതാണ് സത്യം. എനിക്ക് പേടിയാവുക. എന്തിനാ ഇത്രമാത്രം പേടിക്കണമെന്ന് എനിക്കും അറിയില്ല കേട്ടോ. പിന്നെ ചേട്ടനും വന്നിട്ടില്ലല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഇതും കൂടെ ഉണ്ട്. അങ്ങനെ ഞാൻ ഇങ്ങനെയൊക്കെ നോക്കി കിടക്കുന്നതിൻ്റെ ഇടയിലാണ് ഡോറുമ്മ തട്ടണ കേട്ടത്. വേറെ ആരുമില്ല, നമ്മുടെ ചേട്ടൻ വന്നതാണ്. കറക്റ്റ് പുലർച്ചെ 3 മണിയായപ്പോൾ ചേട്ടൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ വന്നത് ഹോസ്പിറ്റലിലേക്കാണ്. അതുകൊണ്ട് തന്നെ ആൾ ഭയങ്കര ഡള്ളായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഫ്രഷായിട്ട് വന്നിട്ട് അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞു. കാരണം നാളെ എനിക്ക് ഓപ്പറേഷനാണല്ലോ, ഇന്ന് രാവിലെ എനിക്ക് ഓപ്പറേഷനാണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും വരണ്ടാന്ന് വെച്ചിട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ എൻ്റെ അടുത്തേക്ക് വന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ നേരം സംസാരിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ടെൻഷൻ ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ എന്നെ കൂളാക്കാനുള്ള എല്ലാ വർത്തമാനങ്ങളും പറയുന്നുണ്ട്. അത് കഴിഞ്ഞൊരു 6 മണിയായപ്പോഴത്തേനും ലാബിൽ നിന്ന് വന്നിട്ട് നമ്മുടെ ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഷുഗർ ടെസ്റ്റ് ചെയ്യാനായിട്ട് അവർ നഴ്സ് വന്നിട്ട് നമ്മുടെ ബ്ലഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് തോന്നുന്നു ഞാൻ ചായ കുടിച്ചത്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഒരു ഗ്ലാസ് പാൽ ചായ മാത്രം കുടിച്ചാൽ മതി ഓപ്പറേഷന് മുന്നെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനസ്തേഷ്യ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നും കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഗ്ലാസ് പാലൊഴിച്ച് ചായ കുടിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമം തുടങ്ങി. അപ്പോൾ ചേട്ടൻ പോയിട്ട് എനിക്ക് വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ചേട്ടൻ അവിടെ നിന്ന് ക്യാൻറ്റീനിൽ പോയി അവിടെ ഇരുന്ന് ചായ കുടിച്ചു. എനിക്കും അമ്മയ്ക്കുള്ള ചായ ചേട്ടൻ റൂമിലേക്ക് മേടിച്ചിട്ട് വന്നു കേട്ടോ. എന്നിട്ട് ചായ കുടിക്കണതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ ഇവരുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് വിശക്കുന്നുണ്ടെന്ന്. അപ്പോൾ പറയുന്നത് വിശന്നിട്ടൊന്നും കാര്യമില്ല, ഡെലിവറി കഴിയാണ്ട് ഒന്നും തരാൻ പറ്റില്ല എന്ന് പറയണം അമ്മ. അവർ നിസ്സഹായരാണ്, കാരണം കൊടുക്കരുതെന്ന് പറഞ്ഞല്ലോ. പിന്നെയാണ് നമ്മൾ പെട്ടെന്ന് അഡ്മിറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ കയ്യിലത്തെ നെയിൽ പോളിഷ് ഒന്നും റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സിസ്റ്റേഴ്സ് വന്നിട്ട് പറഞ്ഞു നെയിൽ പോളിഷ് എല്ലാം റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർ റിമൂവർ കൊണ്ട് കൊടുത്തപ്പം അമ്മ അതൊക്കെ റിമൂവ് ചെയ്ത് തരാണ് കേട്ടോ. കയ്യിലും കാലിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ 9th മന്തിൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അധികമായിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ആ നെയിൽ പോളിഷൊക്കെ കൈമ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ കുറച്ച് നേരം എനിക്ക് ടെൻഷൻ ഇങ്ങനെ വന്നിട്ടേ ഞാൻ കുറച്ച് നേരം ഒന്ന് കാം ആവാൻ വേണ്ടിയിട്ട് ബാൽക്കണിയിൽ പോയി നിന്നു. അപ്പോഴും വലിയ കാമായിട്ടൊന്നുമില്ല, എന്നാലും ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. എൻ്റെ പേടി മൊത്തം ഡെലിവറി കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ അങ്ങനത്തെ ടെൻഷനാണ് എനിക്ക്, അല്ലെങ്കിൽ ഉണ്ണിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ അങ്ങനത്തെ ഒക്കെ ഒരു പേടി. എനിക്ക് തിരിച്ച് കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റുമോ അങ്ങനെയുള്ള ഒരുമാതിരി ടെൻഷനും കാര്യങ്ങളൊക്കെ. അപ്പോഴത്തേനും നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവർ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മുടിയൊക്കെ മുകളിലേക്ക് ഇങ്ങനെ കയറ്റി കെട്ടി വയ്ക്കാനായിട്ട് പറഞ്ഞു കേട്ടോ. പിന്നെ കുറച്ച് പോണതിന് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകുന്നതിന് മുന്നേ സിസ്റ്റേഴ്സ് വന്നിട്ട് കയ്യിൽ ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്തിനുള്ളതാണെന്നൊന്നും കറക്റ്റ് എനിക്കറിയില്ല. അവരിങ്ങനെ കയ്യിൽ ക്യാനുല കുത്തിയിട്ട് ഇങ്ങനെ ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കൈമക്കൂടെ. അപ്പോൾ ഞാനത് അന്ന് നമുക്ക് ഇത്തിരി പെയിൻ എടുക്കും, നമുക്ക് ആ ഞരമ്പുമ്മയ്ക്ക് ഇങ്ങനെ കയറ്റുമ്പോൾ കുറച്ച് വേദനയുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പറയാം. അപ്പോൾ അമ്മ എന്നോട് പറയാണ് സാരില്ല കുഴപ്പമില്ല അങ്ങനെ കണ്ണടച്ച് കാണിക്കാണ് കേട്ടോ.
അപ്പോൾ കയ്യിൽ ട്രിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ കൈ ഇങ്ങനെ അനക്കുമ്പോൾ നമുക്ക് വേദന എടുക്കും. അപ്പോൾ ഞാൻ അനങ്ങാണ്ട് കിടക്കുകയാണ്. പിന്നെ എന്തൊക്കെയൊക്കെയോ ഇഞ്ചക്ഷൻസ് കുത്തുന്നുണ്ടായിരുന്നു. ഇതൊക്കെ എന്തിൻ്റെയാണെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് ഇഷ്ടം പോലെ കുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അഡ്മിറ്റായ അന്ന്, അതായത് 21-ാം തീയതി അഡ്മിറ്റ് ആയപ്പോൾ തുടങ്ങിയിട്ട് അവരെന്നെ കുത്തി തുടങ്ങിയതാണ്. ഡെലിവറി കഴിഞ്ഞ് ആ ഡിസ്ചാർജ് ആവണതിൻ്റെ തലേദിവസം വരെയും എനിക്ക് ഓരോ കുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് കാലൊക്കെ വേദന എടുത്ത് തുടങ്ങി. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് കാല് പിടിച്ച് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ വന്നിട്ട് കാലൊക്കെ പിടിച്ച് തരാണ്. അപ്പോൾ ചേട്ടന് മനസ്സിലായി എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി കേട്ടോ. എൻ്റെ ഫേസിലൊക്കെ നല്ല ടെൻഷൻ ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ ചേട്ടൻ എന്നെ ഇങ്ങനെ എന്താ പറയുക റിലാക്സ് ചെയ്ത് ആ പേടി എൻ്റെ മൈൻഡ് മാറ്റാൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ചേട്ടൻ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടെങ്കിലും ഞാൻ ചിന്തിക്കുന്നത് വേറെ ഓരോ കാര്യങ്ങളാണ്. വേറെ ഒരു കാര്യങ്ങളെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, അതൊക്കെയാണ് എൻ്റെ പേടി, അല്ലാതെ വേറെ ഇഷ്യൂസൊന്നും ഇല്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഈ സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു മതി നമുക്കിനി ലേബർ റൂമിലേക്ക് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ നടന്ന് പൊക്കോളാം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇല്ല അങ്ങനെ പോകാൻ പറ്റില്ല, വീൽ ചെയറിലേ പോകാൻ പാടുള്ളൂ. എനിക്കിതിലിരുന്നപ്പോൾ എനിക്കൊരു അസുഖമില്ല, പക്ഷെ എനിക്കിതിലിരുന്നപ്പോൾ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അത് ഞാൻ എന്നെ ലേബർ റൂമിലൊക്കെ കയറ്റി. പിന്നെ അതാ ഇവരിങ്ങനെ പപ്പയും മമ്മിയും എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പുറത്തിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എല്ലാവരും പപ്പയും മമ്മിയും, ചേട്ടൻ്റെ പപ്പയും മമ്മിയും തന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഡെലിവറിക്ക് മുന്നേ. അഡ്മിറ്റ് ആയപ്പോൾ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരെല്ലാവരും കയറി എന്നെ കണ്ടു, അതുപോലെ ചേട്ടനും കയറി കണ്ടു. ഓപ്പറേഷന് ഞാൻ മാത്രം ഉള്ളത് കൊണ്ടാണ് എല്ലാവരും കയറ്റി കാണിച്ചത് കേട്ടോ, അല്ലെങ്കിൽ കാണിക്കില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ലോഡ് മരുന്നുമായിട്ട് ചേട്ടൻ വരുന്നുണ്ട്. ഇത് മുഴുവൻ എൻ്റെ മേത്ത് കയറ്റാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ സിസ്റ്ററുടെ അവർ കൊടുത്തു. അങ്ങനെ എൻ്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഓപ്പറേഷനായിരുന്നു. ഗേൾ ബേബിയാണ് കേട്ടോ. അവളുടെ പേര് കറ്റാലയ എന്നാണ് ഇട്ടിരിക്കുന്നത്. ലയ ബേബി എന്ന് നമ്മൾ വിളിക്കും. അവളുടെ ബർത്ത് വെയിറ്റ് ഉണ്ടായിരുന്നത് 2.904 ആയിരുന്നു കേട്ടോ ബർത്ത് വെയിറ്റ്. അതുപോലെ വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആൾ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ബേബി ആയിരുന്നു കേട്ടോ. അങ്ങനെ നേരെ ബേബിനെ കിട്ടി. അപ്പോൾ അവർ ബേബിനെയും കൊണ്ട് റൂമിലോട്ട് പോയി. പക്ഷേ എന്നെ അപ്പോഴൊന്നും കൊണ്ടുവരില്ലല്ലോ, റൂമിലേക്ക് കൊണ്ടുവരില്ല, എന്നെ ഒബ്സർവേഷനിൽ കിടത്തിയിരിക്കുകയാണ്. അപ്പം ലയനെ കൊണ്ട് റൂമിലേക്ക് അവർ പോയി. കുറച്ച് നേരം ലയനെ NICUവിൽ കിടത്തിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് അവർക്ക് കൊടുത്തത്. എന്നിട്ട് പിന്നെ അമ്മമ്മയാണ് ഇപ്പോൾ ലയനെ എടുത്തിരിക്കുന്നത് കേട്ടോ, എൻ്റെ അമ്മമ്മയാണ്. അത് കഴിഞ്ഞിട്ട് ലയനെ ബെഡിൽ ഷീറ്റൊക്കെ വിരിച്ച് കഴിഞ്ഞ് അവളവിടെ ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ കിടത്തിയിട്ടോ. അപ്പോൾ പുള്ളിക്കാരി ഭയങ്കര കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണൊക്കെ തുറന്ന് വർത്താനമൊക്കെ പറഞ്ഞു തുടങ്ങി. പിന്നെ ഡാഡിയും മോളും കൂടിയിട്ട് നല്ല വർത്താനം കളിക്കുക കേട്ടോ. ഞാൻ ഈ ടൈമിലും ലേബർ റൂമിലാണ്. ഞാൻ അവിടെ കിടന്നിട്ട് ആലോചിക്കുകയാണ്, ദൈവമേ ഇതെന്താ ഡെലിവറി കഴിഞ്ഞിട്ട് എന്നെ റൂമിലേക്ക് കൊണ്ടുപോകാത്തേ. എനിക്ക് ഇവരൊക്കെ കാണാനുള്ള ഭയങ്കര വെപ്രാളം. ഞാൻ അവിടെ ഒറ്റയ്ക്കല്ലേ, ഇവരെല്ലാവരും ഒരുമിച്ചാണല്ലോ. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ധൃതിയിലാണ് ഞാൻ. പക്ഷെ അവരൊരു ടൈം കഴിയാതെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വിടില്ല കേട്ടോ. അപ്പോൾ അതേ ബേബി ആയിട്ട് ചേട്ടൻ അവളും ഭയങ്കര ആക്റ്റീവാണ്. അവൾ കണ്ണൊക്കെ തുറന്നിട്ട് വർത്താനമൊക്കെ ഇങ്ങനെ കുറേ ഇങ്ങനെ ചോദിക്കണതിനനുസരിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ പുറത്തേക്ക് വന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ആളുടെ മുഖത്ത് നല്ലോണം ഉണ്ട്. എല്ലാം ഇങ്ങനെ നോക്കി കിടക്കുന്നുണ്ട്. ക്ലിയറായിട്ട് കാണുന്നൊന്നും ഉണ്ടാവില്ല, വിഷനൊക്കെ ശരിയായി വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ എന്നാലും അവളിങ്ങനെ നോക്കിയൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ വിശന്നിട്ടാന്ന് തോന്നുന്നു, കൈയൊക്കെ ഇങ്ങനെ വായിലേക്ക് കയറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2 hours കൂടുമ്പോൾ ഈ ഉണ്ണീനെയും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ, അവളെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ അമ്മയാണ് അവളെ ലേബർ റൂമിലേക്ക് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിരുന്നത് ഫീഡ് ചെയ്യാനായിട്ട്. അങ്ങനെ ചേട്ടനായിട്ട് ഭയങ്കര സംസാരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവരിങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ അവളുടെ ഉണ്ണിയുടെ ഫീവർ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് സിസ്റ്റേഴ്സ് വന്നിട്ട് അണ്ടർ ആംസിലൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ. മറ്റേ ഡിജിറ്റലായിട്ടുള്ള എന്താ പറയുക, ഞാൻ മറന്നുപോയി, അത് വെച്ചിട്ട് ഫീവർ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ എന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. 7:30 ആയപ്പോഴത്തേനും എന്നെ റൂമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നോർമലായി, വേറെ ഇഷ്യൂസൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് സ്ട്രെച്ചറിലാണ് നമ്മളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റിച്ചിൻ്റെ ചെറിയൊരു പെയിൻ ഉണ്ട്, വേറെ വലിയ കാര്യമായിട്ട് ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ എന്നെ ബെഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ചേട്ടൻ എന്നോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല എക്സ്പീരിയൻസാണ്. പക്ഷേ എനിക്കങ്ങനെ വലിയ പെയിനും കാര്യങ്ങളൊന്നും അങ്ങനെ അധികം ഞാൻ അറിഞ്ഞിട്ടില്ല, ഓപ്പറേഷൻ ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ബേബീനെ എൻ്റെ അടുത്തൊന്ന് കെടുത്തുമോ എന്ന് ഞാൻ ചോദിച്ചു. കാരണം ഞാൻ ഇപ്പോഴാണ് ഇങ്ങനെ ഇവളെ ഇങ്ങനെ കെടുത്തുന്നത്. ഇത്ര നേരം ഞാൻ അതിൻ്റെ ഉള്ളിലല്ലായിരുന്നു. അപ്പോൾ ഞാൻ അവളെ ഇങ്ങനെ നോക്കി അവളുടെ അടുത്തൊക്കെ ഓരോന്ന് സംസാരിച്ച് അങ്ങനെ കിടക്കാണ് കേട്ടോ. ഒത്തിരി ഹാപ്പിയാണ് കേട്ടോ. ഞങ്ങൾ ആഗ്രഹിച്ച പോലെ ഞങ്ങൾക്കൊരു ഗേൾ ബേബീനെ തന്നെ കിട്ടി. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെന്താ, വേറെ പറയാനായിട്ട് വേറെ വാക്കുകളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.